കഞ്ചാവ് പോലുള്ള നാച്ചുറൽ ലഹരി നമ്മൾക്ക് ഒരു പരിധി വരെ നമുക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചെറിയ ക്വാണ്ടിറ്റിയോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അവർ 2 ആൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകും. നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് അവനെ വെറുതെ വിട്ടില്ല, ഇവർ വിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് നിയമം അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളൊരു അവിടെ ഹാബിച്വൽ ഒഫൻഡർ ഉണ്ട്, ഒരു ചങ്ങാതി. അവന് പിടിച്ച 9 കേസാണ് അവന് എതിരെയുള്ളത്. 9 കേസിൽ പിടിക്കപ്പെട്ട ഒരു പ്രതിയെ 10ാമത് ഞാൻ വന്നിട്ട് അവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് 3 ദിവസം ഞങ്ങൾ സെല്ലിൽ കിടന്നു. 3 ദിവസം പരപ്പനങ്ങാടി കോടതിയിൽ മജിസ്ട്രേറ്റ് ലീവായതുകൊണ്ട് മലപ്പുറം കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾ നാളെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് വരും, അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം അവന് ജാമ്യക്കാർ വന്നിട്ടും ഞാൻ ജാമ്യം കൊടുത്തില്ല. 2 ആൾ ജാമ്യത്തിൽ വന്നിട്ടും ജാമ്യം തരുന്നില്ല എന്ന് പറഞ്ഞു. കൊടുക്കണം എന്നുള്ളതാണ് ഇത്. പക്ഷേ അവൻ ഹാബിച്വൽ ഒഫൻഡർ ആയതുകൊണ്ട് കൊടുത്തില്ല. 9 കേസിലുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഈ 9 കേസും എല്ലാം വെച്ച് കൊടുത്തു. ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയുള്ള കേസുകളാണ്, കുറഞ്ഞ കഞ്ചാവ് കേസുകളാണ്. ഈ 9 കേസും വെച്ച് മജിസ്ട്രേറ്റ് വലിയ റിപ്പോർട്ടും കൊടുത്ത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് സ്വന്തം ജാമ്യത്തിൽ വിട്ടു. അവിടെ 3 ദിവസം ഞാനിവിടെ അവന് തീറ്റിപ്പോറ്റി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കൊടുത്തപ്പോൾ, കാരണം നിയമം അതാണ്. അപ്പം അതിൻ്റെ പരിമിതി, ആ ഒരു പരിമിതി കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ചെയ്യേണ്ട പരിമിതി അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരു ചെറിയ ക്വാണ്ടിറ്റി കഞ്ചാവ് വിൽപ്പനക്കാരന് ഒരിക്കലും റിമാൻഡ് ചെയ്യാൻ കഴിയില്ല. അതേസമയം അവനെ തടയാൻ നാട്ടുകാർ വിചാരിച്ചാൽ അവൻ്റെ കച്ചവടം നിർത്താൻ പറ്റും. എൻ്റെ ഇവിടെ വാർഡിൽ അല്ലെങ്കിൽ എൻ്റെ ഗ്രാമപ്രദേശം, എൻ്റെ റെസിഡൻസ് അസോസിയേഷനിൽ ഇത് നടക്കില്ല എന്ന് ഒരു കൂട്ടം യുവാക്കളോ ആൾക്കാരോ വിചാരിച്ചാൽ തടയാൻ സാധിക്കും. ആ ഒരു തീരുമാനം ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള തീരുമാനം നമ്മളെടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലെ ഒറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിൽ നമ്മുടെ സംഘാടകർ പറഞ്ഞു, മതമേലധ്യക്ഷന്മാരും ആരുണ്ട്. ഈ മതമേലധ്യക്ഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇടവക ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റി ആയിക്കോട്ടെ, അമ്പല കമ്മിറ്റി ആയിക്കോട്ടെ, ഇത്തരം ആൾക്കാരുമായിട്ടുള്ള സഹവാസം അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട നിക്കാഹ് പോലുള്ള കാര്യങ്ങളോ മറ്റു കർമ്മങ്ങളോ യാതൊന്നും അവർ സഹകരിപ്പിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കണം. നമ്മുടെ ഭീമാപള്ളിയിൽ അങ്ങനെ ഒരു മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. സഹകരിക്കില്ല എന്ന് തീരുമാനം എടുക്കണം. മഹല്ലിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇടവകയിൽ നിന്ന് അവനായിട്ട് യാതൊരു ഇതില്ലാന്ന് തീരുമാനം. അങ്ങനെ നാട്ടിൽ സംഘടിപ്പിക്കുക മാത്രമേ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ, ഞങ്ങൾ ഇൻഫർമേഷൻ തരും, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരും, ഞങ്ങളത് വരും, ഞങ്ങൾ കേസെടുക്കും. കേസെടുത്ത് കഴിഞ്ഞാൽ ഇത്തരം ഇത് വെച്ചിട്ട് ചിലപ്പോൾ അവന് ജാമ്യത്തിന് വിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരും. ഇതിങ്ങനെ ഒരു ചക്രം പോലെ നടക്കും. നമ്മളെ കുട്ടികളെ അകപ്പെടും. ഒരു തവണ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2ാമത് ഉപയോഗിക്കാൻ ടെൻഡൻസി ഉണ്ടാവും. നിർബന്ധമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം. അത്രയും നല്ല സിന്തറ്റിക് ഡ്രഗാണത്. ഒരു തവണ നമ്മൾ കുട്ടികളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് മതി. അപ്പം അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാനേ വേണം. കൂടുതൽ പറഞ്ഞ് നിങ്ങളിതാക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതുണ്ടെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുണ്ടാവും. വൈഡായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞതിനെ പറഞ്ഞ ആവർത്തിച്ച് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, കാരണം കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളിക്കുന്ന് MLA നിയോജകമണ്ഡലത്തിൽ നമ്മളിപ്പോൾ വലിയൊരു കൺവെൻഷൻ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ചേളാരി ആയതുകൊണ്ട് വേറെ കാര്യം പറയാതെ വയ്യ. ഈ ചേളാരി ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ക്രയവിക്രയവും ഇത് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്രൈം ഞങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഈ ഹൈവേൻ്റെ പണിയായതുകൊണ്ട് അവർക്ക് അത് ഹൈഡ് ചെയ്യുന്നതിനും പെട്ടെന്ന് പോകുന്നതിനൊക്കെ പറ്റും.